ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവരര് അറസ്റ്റിലായതോടെ വീണ്ടും ചർച്ചകളിൽ നിറയുന്നത് ചെങ്ങന്നൂരിലെ താഴമൺ എന്ന തന്ത്രി കുടുംബമാണ്. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അന്തിമ തീരുമാനം താഴമൺ കുടുംബത്തിന്റേതാണ്. സർക്കാരിനും ദേവസ്വം ബോർഡിനും മുകളിലാണ് ഇക്കാര്യത്തിൽ തങ്ങളുടെ അവകാശമെന്ന് പരസ്യമായി പറയാനും ഇവർ മടിച്ചിരുന്നില്ല. ചെങ്ങന്നൂരിൽ പമ്പാ നദിയുടെ തീരത്താണ് താഴമൺ കുടുംബം സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യപ്രകാരം കേരളം മഴുപറിഞ്ഞ് സൃഷ്ടിച്ച പരശുരാമനിൽ നിന്നാണ് തങ്ങൾക്ക് ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ താന്ത്രികാവകാശം ലഭിച്ചതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. താഴമൺ തന്ത്രിമാർക്ക് നിയന്ത്രണമുള്ള ക്ഷേത്രങ്ങളിൽ ധ്വജസ്തംഭത്തിന്റെ തണ്ട് വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നതും ഈ പാരമ്പര്യത്തിന്റെ പ്രത്യേകതയായി കണക്കാക്കപ്പെടുന്നു. 1400 വർഷം മുമ്പാണത്രേ താഴമൺ കുടുംബത്തിന്റെ ആവിർഭാവം. പരശുരാമൻ നാടിന്റെ സംരക്ഷണത്തിനായി മലയോരങ്ങളിൽ ശാസ്താപ്രതിഷ്ഠകളും ഇടനാടുകളിൽ ശൈവ വൈഷ്ണവ പ്രതിഷ്ഠകളും നടത്തി. ഈ ക്ഷേത്രത്തിലെ കർമ്മങ്ങൾക്കും മറ്റുമായി പരശുരാമൻ ആന്ധ്രയിലെ കൃഷ്ണ നദീതീരത്തു നിന്നും 2 ബ്രാഹ്മണ സഹോദരന്മാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. കേരളത്തിലേക്ക് തിരിച്ച സഹോദരന്മാരുടെ കഴിവ് പരീക്ഷിക്കാൻ പരശുരാമൻ തീരുമാനിച്ചു. കൃഷ്ണ നദി അക്കരെ താണ്ടാൻ സാധിക്കാത്ത തരത്തിലാക്കി. ഇരുവരും പതറിയില്ല. ഒരാൾ തന്റെ സിദ്ധി ഉപയോഗിച്ച് ജലത്തിന് മുകളിലൂടെ കൃഷ്ണ നദി തരണം ചെയ്ത് കേരളത്തിലേക്ക് വന്നു. മറ്റേയാൾ ഇരുകൈകളും കൊണ്ട് വെള്ളത്തെ വകഞ്ഞുമാറ്റി നദിയുടെ താഴെത്തട്ടിലൂടെ നടന്ന് അക്കരെ കടന്നു. താന്ത്രിക ശക്തിയാൽ താഴെ കൂടി നടന്നു വരുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്റെ പരമ്പരയാണ് പിന്നീട് താഴമൺ തന്ത്രിമാർ എന്ന പേരിൽ പ്രസിദ്ധമായത്. ജലത്തിന് മുകളിലൂടെ നടന്ന് നദി തരണം ചെയ്തവരുടെ വംശക്കാർ തരണനെല്ലൂർ തന്ത്രിമാർ എന്നും അറിയപ്പെട്ടു. ക്ഷേത്രത്തിലെ പൂജാതി ചടങ്ങുകളിലും ആചാരാനുഷ്ഠാനങ്ങളിലും പരമാധികാരവും അവസാന വാക്കും തന്ത്രിയുടേതാണെന്നാണ് ആചാര പരമ്പര. അർച്ചകസ്യ പ്രഭാവനെ ശിലാഭവതി ശങ്കര എന്ന ശ്ലോകം ഈ തത്വത്തെ വ്യക്തമാക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. പൂജിക്കുന്നവന്റെ പ്രഭവം കൊണ്ടാണ് ശില ശങ്കരനായി തീരുന്നത് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ചരിത്രപരമായി 1705 ശബരിമല ക്ഷേത്രം അഗ്നിബാധയിൽ നശിച്ചതിനു ശേഷം അയ്യപ്പ വിഗ്രഹം പുനഃപ്രതിഷ്ഠിച്ചത് കണ്ഠരര് പ്രഭാകരരായിരുന്നു. പിന്നീട് 1952 അഗ്നിബാധയിൽ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് അന്നത്തെ തന്ത്രിയായിരുന്ന കണ്ഠരര് ശങ്കരര് ഇന്നുള്ള പുതിയ വിഗ്രഹത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയത്. താഴമൺ കുടുംബത്തിലെ വലിയ തന്ത്രി കണ്ഠരര് മഹേശ്വരൻ അന്തരിച്ചതിനെ തുടർന്നാണ് മഹേശ്വരരുടെ സഹോദരനായ കണ്ഠരര് കൃഷ്ണരുടെ മകൻ കണ്ഠരര് രാജീവരര് തന്ത്രിയായി എത്തുന്നത്. കണ്ഠരര് മോഹനരും തന്ത്രിയുടെ ചുമതല വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൻ കണ്ഠരര് മഹേഷ് മോഹനരും താന്ത്രിക പാരമ്പര്യം തുടർന്നു വരുന്നുണ്ട്. ശബരിമല ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതല ഓരോ വർഷവും ഇവർക്കിടയിൽ മാറി മാറിയാണ് നിർവഹിക്കുന്നത്. കണ്ഠരര് മോഹനരും മുമ്പ് വിവാദങ്ങളിൽപ്പെട്ടിരുന്നു. മുമ്പ് ശബരിമല തന്ത്രിയായിരുന്ന കണ്ഠരര് മോഹനരെ ഭീഷണിപ്പെടുത്തി ബ്ലാക്ക്മെയിൽ ചെയ്ത തന്ത്രി ഹണി ട്രാപ്പ് കേസ് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു.